1996 കേരളത്തെ ഞെട്ടിച്ച ഒരു പീഡന വാർത്ത പുറത്തുവരുന്നു. ഇടുക്കിയിലെ സൂര്യനെല്ലിയാണ് സ്ഥലം. സൂര്യനെല്ലി സ്വദേശിനിയായ 9ാം ക്ലാസ്സുകാരിയായിരുന്ന പെൺകുട്ടിയെ സ്നേഹം നടിച്ച് തട്ടിക്കൊണ്ടുപോയി 40 ദിവസം ലൈംഗികമായി അതിക്രൂരമായി പീഡിപ്പിച്ചത് 42 പേരാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള നിരവധി ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ പുറത്തുവന്ന പേരുകൾ വലിച്ചിഴക്കപ്പെട്ട ആ കേസ് പിന്നീട് സൂര്യനെല്ലി സ്ത്രീ പീഡന കേസ് എന്ന പേരിൽ കേരളത്തിന്റെ ലൈംഗിക അരാജകത്വത്തിന്റെ പേരായി മാറി. കേസിൽ പ്രതികളൊക്കെ സാമൂഹിക സമ്മതി വാങ്ങി തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് പോയപ്പോഴും സൂര്യനെല്ലി കേസിലെ പെൺകുട്ടിയെ സമൂഹം തിരസ്കരിച്ചു, അവഗണിച്ചു. ഇര വീണ്ടും വേട്ടയാടപ്പെട്ടു. അതങ്ങനെയല്ലേ വരികയുള്ളൂ. ഒരു പെൺകുട്ടി പീഡനത്തിനിരയായാൽ സമൂഹം വിധിക്കുന്നത് അവളുടെ പ്രശ്നമല്ലേ, അവൾ പോയതുകൊണ്ടല്ലേ, അത് അവളുടെ പ്രശ്നം മാത്രമായതുകൊണ്ടല്ലേ, അവൾ നിന്നില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ എന്നായിരുന്നു. എന്തായാലും കേരളത്തിന്റെ മാനം കെടുത്തി നിരവധി പീഡന കേസുകൾ പിന്നീട് വന്നപ്പോഴും 58 പ്രതികൾ പോക്സോ കേസ് പ്രതികളാവുന്ന മറ്റൊരു വാർത്ത പത്തനംതിട്ടയിൽ നിന്നും 2 ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്യുന്നു. 13ാം വയസ്സിൽ ആദ്യ പീഡനം, പിന്നീട് തുടർച്ചയായ 5 വർഷവും 60-ലധികം ആളുകൾ ലൈംഗികമായി തന്നെ ഉപയോഗിച്ചുവെന്ന് ഒരു പെൺകുട്ടി പരാതി ഉയർത്തുന്നു. കായിക താരമായ ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ ആകെ ഇതുവരെ പ്രതികളാക്കപ്പെട്ടത് തിരിച്ചറിഞ്ഞത് 58 പേരാണെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാർ പറയുന്നു. പ്രതികളുടെ പേര് പെൺകുട്ടി തന്റെ ഡയറിയിൽ കുറിച്ചിട്ടു. നിരക്ഷരനായ പിതാവിന്റെ സ്മാർട്ട് ഫോണിലേക്ക് പീഡന ദൃശ്യങ്ങൾ അയച്ച്, നഗ്ന വീഡിയോകൾ അയച്ച് ഭീഷണിപ്പെടുത്തി പ്രതികൾ വീണ്ടും വീണ്ടും പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു. കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. 42 പേർ പ്രതികളാക്കപ്പെട്ട സൂര്യനെല്ലി പീഡന കേസിനേക്കാൾ വലിയ വ്യാപ്തമുള്ള, വലിയ ആഴവും പരപ്പുമുള്ള കുറ്റകൃത്യമാണ് പത്തനംതിട്ടയിൽ നടന്നിരിക്കുന്നത്. കേസിൽ ഇതുവരെ ആകെ അറസ്റ്റിലായത് 43 പേർ. പത്തനംതിട്ട, ഇലവന്തിട്ട, മലയാലപ്പുഴ, പന്തളം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 29 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 18 വയസ്സ് തികയാത്തവർ മുതൽ അച്ഛന്റെ സുഹൃത്തുക്കൾ വരെ നീളുന്ന ആളുകൾ, നിരവധി പ്രായത്തിലുള്ള ആളുകൾ. 62 പേർ പീഡിപ്പിച്ചെന്നായിരുന്നു പെൺകുട്ടി ആദ്യം മൊഴി നൽകിയത്. ഇതിൽ നിന്നും ഇരട്ടിപ്പുകളും അവ്യക്തതകളും ഒഴിവാക്കിയാണ് 58 പ്രതികളാണെന്നുള്ളത് പോലീസ് കണ്ടെത്തിയത്. ഫോൺ നമ്പറുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാവുന്നത്. ശേഷിക്കുന്നവരെ വൈകാതെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പെൺകുട്ടി 5 തവണ കൂട്ടബലാത്സംഗത്തിന് ഇരയായതായും പോലീസ് കണ്ടെത്തി. ശനിയാഴ്ച പിടിയിലായ റാന്നി മന്ദിരമ്പടി സ്വദേശി P ദീപുവിന്റെ ഇടപെടലാണ് 1 വർഷം മുമ്പുണ്ടായ 2 കൂട്ടബലാത്സംഗങ്ങൾക്ക് വഴിവെച്ചതെന്നും പോലീസ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാളെ പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് നേരിട്ട് കണ്ട് തുടർന്ന് 2 സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ കൊണ്ടുപോയി. മന്ദിരമ്പടിയിലെ റബ്ബർ തോട്ടത്തിന് സമീപം നിർത്തിയിട്ട കാറിൽ വെച്ചാണ് ഇവർ ഈ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. അതിനുശേഷം പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിലെത്തിയ 2 പേർക്ക് കൈമാറി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ഇതിൽ 4 പേരാണ് പ്രതികൾ. മറ്റൊരു ദിവസം പ്രക്കാനം തോട്ടുംപുറത്തേക്കാണ് പെൺകുട്ടിയെ യുവാക്കൾ കൊണ്ടുപോയത്. അടച്ചിട്ട് കടയ്ക്ക് സമീപം വാഹനം നിർത്തിയിട്ട് കുട്ടിയെ ഇവർ പീഡിപ്പിച്ചു. പിന്നീട് കുട്ടിയെ ഇവർ വീടിന് സമീപം ഇറക്കി വിട്ടുവെന്നും പോലീസ് പറയുന്നു. 2024 ജനുവരി മാസത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് 4 പേർ ഈ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് FIR-ൽ പറയുന്നത്. പ്രതികൾ ഒരാളുടെ ബന്ധു ഇവിടെ ചികിത്സ നേടിയിരുന്നു. ഇവരെ കാണാൻ എന്ന വ്യാജന എത്തിച്ച് ആശുപത്രി മുറിയിൽ വെച്ചായിരുന്നു പീഡനം നടന്നത്. ആൺ സുഹൃത്തായ സുബിൻ എന്ന യുവാവാണ് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിക്കുന്നത്. തുടർന്ന് ഇയാൾ സുഹൃത്തുക്കൾക്ക് പെൺകുട്ടിയെ കാഴ്ചവെച്ചെന്നും പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് മറ്റുള്ളവരെ അറിയിക്കുമെന്ന് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം പെൺകുട്ടിയുടെ ഫോൺ നമ്പർ പ്രചരിപ്പിച്ചു. തുടർന്നായിരുന്നു പീഡനങ്ങളൊക്കെ നടന്നത്. ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിച്ചാണ് പ്രതികളിൽ പലരും പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. കായിക താരമായ പെൺകുട്ടിയെ പരിശീലകർ പോലും ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്റ്റാൻഡിനുള്ളിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിനുള്ളിലും കുട്ടിക്കെതിരെ അതിക്രമം നടന്നു. ഇതൊക്കെ നമ്മുടെ കൺമുന്നിലാണ്. പെണ്ണ് പോയിട്ടല്ലേ എന്ന് ചോദിക്കുന്നവരാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ പെൺകുട്ടിക്ക് ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആരംഭിച്ച ലൈംഗിക ചൂഷണമാണിത്. അതായത് കുട്ടി മൈനറാണ്. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് അതിന് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ തന്നെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഒരാളുടെ അഡൽട്ട് പ്രായം എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിലാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധാരണക്കാരിയായ 13 വയസ്സ് മാത്രമുള്ള ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന നിരക്ഷരരായ മാതാപിതാക്കളുടെ ഒരു മകൾക്ക് അവളുടെ തിരിച്ചറിവുകൾ എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മൈനർ എന്നുള്ളത് സാങ്കേതിക
മാത്രമാണ് ആ പെൺകുട്ടിക്ക് ഇതൊക്കെ അറിയാമായിരുന്നു, ഇത്ര വർഷമായല്ലോ എന്ന് ചോദിച്ചതിന് മറുപടിയായി താനൊരു ക്രൈമിന് താനൊരു ഇരയാക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ പോലും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടി ഇപ്പോ കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ആ കുട്ടിക്ക് ഉള്ള അവസ്ഥ? അത് എന്തുകൊണ്ട് ഇത്രയും നാൾ ഇത് പുറത്തു പറഞ്ഞില്ല? ഇത് ഭീഷണിയുടെ പേരിൽ പേടിച്ചിട്ടായിരുന്നു ഈ കുട്ടി ഇത്രയും നാൾ മിണ്ടാതിരുന്നെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനേക്കാളൊക്കെ ഉപരിയായി ചെറിയ പ്രായത്തിൽ ആ കുട്ടിയെ ദുരുപയോഗം ചെയ്ത് ഇതാണ് തന്റെ ഭാവി, താൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്റെ ഭാവി അനിശ്ചിതത്വത്തിലാവുമെന്ന് ഒരു പെൺകുട്ടിയെ പേടിപ്പിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അവളെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ചെയ്ത ആളുകളെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ നമ്മളിവിടെ ചർച്ചയാവണം. നമ്മളുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ സെക്സ് ചെയ്യാം എന്ന് പഠിപ്പിക്കുകയാണെന്ന് പറയുന്ന ഒരുപാട് വലിയ പ്രമുഖരുണ്ട്. അവരോടൊക്കെ പറയേണ്ടത് നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, എന്താണ് നല്ലത്, എന്താണ് മോശം, എന്താണ് പീരിയഡ്സ്, എങ്ങനെയാണ് നിങ്ങൾ സെക്ഷൽ ലൈഫിൽ ഏർപ്പെടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കൺസെന്റ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് നിങ്ങളുടെ ശരീരത്തിൽ തൊടാൻ അവകാശവും അധികാരവും ഉള്ളത്, എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് അടക്കമുള്ള ഏറ്റവും ബാലപാഠങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയല്ലാത്ത സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പീഡനങ്ങൾ ആവർത്തിക്കപ്പെടും. എന്തായാലും പത്തനംതിട്ടയിൽ നടന്നത് അതൊരു സൂര്യനെല്ലി പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ വെച്ചിട്ടൊന്നും നമുക്ക് താരതമ്യം ചെയ്യാനാവുന്നതല്ല. പക്ഷേ 60-ഓളം ആളുകൾ ഒരു പെൺകുട്ടിയെ, അത് മൈനർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ 62 ആളുകൾ ഈ സമൂഹത്തിന്റെ ഭാഗമായി നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഇവർ മറ്റുള്ള ആളുകളോട് എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക? ഇവർ മറ്റേതൊക്കെ തരത്തിലുള്ള ക്രൈമുകളിലാണ് ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കുക? ഇവരുടെ അതേ മനോഭാവമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമില്ലേ എന്നുള്ള ഭീതിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും പത്തനംതിട്ടയിലെ പെൺകുട്ടിക്ക് 5 വർഷത്തിനൊടുവിലെങ്കിലും ഇത് തുറന്നു പറയാൻ ഒരു മനക്കെട്ടി ഉണ്ടായല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.